ഗൈസ്, നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ നമ്മുടെ ഷോർട്സിലൊന്ന് പോയി നോക്കണേ. അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് എക്സൈറ്റഡ് ആണ്. പക്ഷേ ബോയ്സ് എല്ലാവരും വന്നിട്ട് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റായി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം തന്നെ പൂളിൽ ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല പൂൾ തന്നെ ആയിരുന്നു. നല്ല തണുത്ത ആ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ അതിൽ എൻജോയ് ചെയ്തു. അതിനുശേഷം കുട്ടികളൊക്കെ ഇതാക്കണ ഇവിടെ ഓരോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും അറിയില്ല, എന്നാലും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെയും പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിട്ട് കുട്ടികളവിടെ ഇങ്ങനെ തകൃതിയായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടും ഡാൻസും നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ കുട്ടികളുടെ വൈബ് എന്ന് പറഞ്ഞത് വേറെ തരത്തിലുള്ള വൈബായിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ബോയ്സിനായിരുന്നു കേട്ടോ. നെയ്ച്ചോറ്, അൽഫാം, ചിക്കൻ കറി, സാലഡ്, മയണൈസ് ഇതൊക്കെ ബോയ്സായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ ക്ലീനിങ് ഗേൾസിലായിരുന്നു കേട്ടോ. അവർ അടുക്കള അങ്ങോട്ട് എന്താ പറയുക, ആകെ മൊത്തത്തിൽ മെസ്സായിരുന്നു. അത് ക്ലീനിങ് പരിപാടി നമ്മൾക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും വൈബ് ചെയ്തു. എന്താ പറയുക, നല്ല നല്ല രസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു റിസോർട്ടിൽ നമ്മൾ കസിൻസ് മാത്രമായിട്ട് കൂടുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അൽഫാമൊക്കെ റെഡിയായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു മൂവിയൊക്കെ പ്ലേ ചെയ്ത് കുറച്ച് നേരം കണ്ടു. പിന്നെ അത് ബോറടിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബോയ്സ് എല്ലാവരും ക്യാരംസൊക്കെ കളിച്ചു. ഞങ്ങൾ ഗേൾസ് കുട്ടികളൊക്കെ ഉറക്കിയതിന് ശേഷം വീണ്ടും പൂളിലേക്ക് തന്നെ ചെന്നു. ഏകദേശം ഒരു 12:30 ആ സമയത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 3:30 വരെ അവിടെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു തണുപ്പിൽ പൂളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം പുലർച്ചെ ഞങ്ങൾ ഈ ലൂഡോ ബോർഡൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം മഴയൊക്കെ പെയ്തപ്പോൾ ഞങ്ങളൊന്ന് ഉറങ്ങി. പിന്നെ ഇത് രാവിലെ കേട്ടോ, ഒരു 7-8 മണി ആയിട്ടുണ്ട്. എല്ലാവരും ലേറ്റ് ആയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ എണീറ്റു. അങ്ങനെ മോർണിംഗ് ആ ഒരു മലയും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സുഖമുള്ളൊരു പ്രഭാതമായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷൊക്കെ ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നമുക്ക് ഈ റിസോർട്ടിലുള്ള ആൾക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പുട്ടും കടലയും ഇഡ്ഡലിയും പിന്നെ ചട്നിയും സാമ്പാറും പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും പൂളിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. കാരണം നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട സമയം 11:30 ആണ്. അപ്പോൾ അതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് ചില്ല് ചെയ്തിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൂളിൽ വീണ്ടും ഇറങ്ങി. നല്ല ഭംഗിയുള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ. മലയും ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. പിന്നെ നമ്മൾ പൂളിലൊക്കെ കുറച്ചധികം നേരം തന്നെ പൂളിൽ കളിച്ചു. മോളൊക്കെ വിറച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പോകാനുള്ള ടൈമായി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോവുകയാണ് കേട്ടോ. പോകാനുള്ള സമയമായപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരൊറ്റ ദിവസം അവിടെ നിന്നിട്ടുള്ളെങ്കിലും നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ഇങ്ങനൊരു ട്രിപ്പ് പോകണം എന്നൊക്കെ കുറേ ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിൽ ബാക്കി വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കാളും നമ്മൾ ആരുടെ കൂടെയാണോ പോകുന്നത് അതാണല്ലോ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് അല്ലേ. അപ്പം ഈ ഒരു മലകളൊക്കെ ഞങ്ങൾ വരുന്ന സമയത്തും കണ്ടിരുന്നെങ്കിലും പോരുന്ന ആ സമയത്ത് കണ്ട അത്രയും ഭംഗി വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ഭംഗിയും എന്താ പറയുക, അതിന് വർണ്ണിക്കാൻ എനിക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ. ഈ ഒരു ചെറിയ റോഡിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ കൊക്കോ ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൊക്കോയും ജാതിയും ഏലവും ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ എന്താണത്, അരുവിയാണോ അതോ ചോലയാണോ പുഴയാണോ എന്താണോ അത് ഇത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.